ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ക്ലീനിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നത്. ളുഹാ നിസ്കാരത്തിന് ശേഷമാണ് ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത്. വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞ് നിസ്കരിക്കാമെന്ന് കരുതിയാൽ നമുക്ക് നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് ശേഷമാണ് എല്ലാ ജോലികളും ഞാൻ ചെയ്യാറുള്ളത്. അത്രയും പുണ്യകരമായ ഒരു സുന്നത്ത് നിസ്കാരമാണല്ലോ ളുഹാ നിസ്കാരം. അതുകൊണ്ട് തന്നെ നിസ്കരിച്ചതിന് ശേഷം ജോലികൾ ചെയ്യാമെന്ന് കരുതി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ ജോലി ചെയ്യാമെന്ന് ഏറ്റെടുത്തു. അങ്ങനെ ഞാൻ സെറ്റിയിലെ വിരിപ്പൊക്കെ എടുത്ത് കഴുകാനായിട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ നമ്മുടെ മാറ്റും കഴുകാമെന്ന് കരുതി. ഇന്നാകുമ്പോൾ സമയമുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യാമെന്ന് കരുതി. ഓരോ ദിവസവും ഓരോരോ ജോലികൾ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ വീട് വൃത്തിയായി ഇരിക്കും. അങ്ങനെ സർഫിൽ മാറ്റൊക്കെ എടുത്തിട്ടു. ഞങ്ങളുടെ ഇവിടെയൊക്കെ പൈപ്പ് ലൈനിൽ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മാസം കൊണ്ട് വെള്ളമില്ലായിരുന്നു, കാരണം റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വെള്ളം വന്നായിരുന്നു. പൈപ്പ് ലൈനിലെ വെള്ളത്തിലാണ് നമ്മൾ തുണി വാഷ് ചെയ്യാറുള്ളതും നമ്മുടെ വീടൊക്കെ തുടയ്ക്കാറുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിലാണ് ചെയ്യാറുള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ, മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴ കുറവാണ്, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാറുണ്ട്. വേനൽക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ചെയ്യാറുള്ളത് സൗദ് സൂറത്തിലെ 42-ാമത്തെ ആയത്ത് എപ്പോഴും ഓതാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളം റബ്ബ് നമ്മളിലേക്ക് എത്തിച്ചു തരും ഇൻഷാ അല്ലാഹ്. വേനൽക്കാലം വരുമ്പോൾ മാത്രമല്ല കേട്ടോ, അല്ലാത്തപ്പോഴും ഇതൊക്കെ ചൊല്ലാം. റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ വീട് മൊത്തത്തിൽ നല്ല പൊടിയാണ് കേട്ടോ. നമ്മുടെ വീട് ചെറുതോ വലുതോ എന്നതിലല്ല കേട്ടോ, നമ്മൾ എങ്ങനെ അത് വൃത്തിയായി സൂക്ഷിക്കുന്നു എന്നതിലാണ് കാര്യം. മിക്ക വീട്ടമ്മമാരും പറയുന്ന ഒരു പരാതിയാണ് എനിക്ക് ഒന്നിനും സമയമില്ല എന്നുള്ളത്. ജോലി ചെയ്യാനൊക്കെ സമയമുണ്ട്. വീട്ടിലെ കാര്യങ്ങളായാലും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളായാലും കുട്ടികളുടെ കാര്യങ്ങളായാലും അങ്ങനെ മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയമുണ്ട്. എന്നാൽ നിസ്കരിക്കാനോ ഓതാനോ ഇബാദത്തുകൾ ചെയ്യാനോ എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവരുടെ ഈമാൻ കുറയുന്നത് കൊണ്ടായിരിക്കും. നമ്മൾ ഈമാൻ നിലനിർത്താൻ എപ്പോഴും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. നല്ല കാര്യങ്ങൾ പറയുകയും നല്ല കാര്യങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ നല്ല മാറ്റം വരും. നമുക്ക് നിസ്കരിക്കാനായാലും ഇബാദത്തുകൾ ചെയ്യാനായാലും റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനായാലും നമുക്ക് കഴിയും. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മൽബറിയാണ് കേട്ടോ. ഇത് ഉമ്മായാണ് കേട്ടോ ഇവിടെ നട്ടത്. നല്ല ഫലം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഞാൻ എപ്പോഴും ഇതിൽ നിന്ന് പൊട്ടിച്ച് കഴിക്കാറുണ്ട്. നല്ല മധുരമാണ്. ഇതുപോലെ തന്നെ സ്റ്റാർ പുളിഞ്ചി, അയണിച്ചക്ക, ആത്തിച്ചക്ക, അങ്ങനെ ഒത്തിരി നമ്മുടെ വീട്ടിലുണ്ട്. പേരയ്ക്ക, സർബത്ത്, അങ്ങനെ. ഈ മൽബറി പെട്ടെന്ന് പഴുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിൽ നിന്ന് എല്ലാ പഴുത്ത മൽബറി പൊട്ടിച്ചെടുത്താലും നാളെ ഇതുപോലെ പഴുത്ത് നിൽക്കും. ഇതാണ് സ്റ്റാർ പുളിഞ്ചി. അത്യാവശ്യം നല്ല പഴുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും സ്റ്റാർ പുളിഞ്ചി ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലുണ്ടായത്. ഈ സ്റ്റാർ പുളിഞ്ചിയുടെ തൈ നമ്മൾ ഇവിടെ കൊണ്ട് നട്ടിട്ട് 5-6 വർഷമൊക്കെ ആകുള്ളൂ. ഇത് കുടങ്ങലാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണിത്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കേട്ടിട്ട് എൻ്റെ അനിയൻ കൊണ്ട് നട്ട് വെച്ചതാണ്. ഇപ്പോൾ അത്യാവശ്യം പിടിച്ചു വരുന്നുണ്ട്. അങ്ങനെ മാറ്റൊക്കെ സർഫിലിട്ടതിന് ശേഷം ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി വന്നു. ഹാളൊക്കെ അടിച്ച് വാരാമെന്ന് കരുതി കേട്ടോ. നമ്മൾ വീട്ടു ജോലികളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ കരുതിയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ആസ്വദിച്ച് ഇഷ്ടത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഭാരമായിട്ട് തോന്നത്തില്ല ജോലികളൊക്കെ. നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കാനും പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയും സ്വതക്കയാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. തുണി കഴുകുന്നതായാലും പാത്രം കഴുകുന്നതായാലും വീട് വൃത്തിയാക്കുന്നതായാലും നമ്മുടെ കുഞ്ഞു മക്കളെ നോക്കുന്നതായാലും അവർക്ക് നമുക്കറിയാവുന്ന അറിവ് പകർന്നു കൊടുക്കുന്നതിലായാലും നമ്മുടെ മാതാപിതാക്കളെ നോക്കുന്നതും, അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും പുണ്യകർമ്മമാണ്. വീട് മൊത്തത്തിൽ മോൻ്റെ ടോയ്സാണ് കേട്ടോ.
കുഞ്ഞു മക്കളൊക്കെയുള്ള മാതാപിതാക്കൾക്ക് ഇത് അറിയാവുന്ന കാര്യമായിരിക്കും. എത്ര അടുക്കിപ്പറക്കി വെച്ചാലും ഇതുപോലെ തന്നെയാണ് പിന്നെയും വീടിൻ്റെ അവസ്ഥ. പിന്നെ ഞാൻ അധികം ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യാവൂ, അങ്ങനെയൊന്നും പറയാറില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ചെറുതിലേ ഞങ്ങളും ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ അവൻ്റെ ടോയ്സൊക്കെ അവിടെ തന്നെ അടുക്കിപ്പറക്കി വെച്ചു. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ അവൻ നിരത്തിയിടും. അപ്പോൾ വീണ്ടും അടുക്കിപ്പറക്കി വെക്കും. ഇത് തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായി ഇവിടെ നടന്നു പോകുന്നത്. അങ്ങനെ മോൻ്റെ ടോയ്സൊക്കെ അടുക്കിപ്പറക്കി വെച്ചു. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബിസ്മി ചൊല്ലി തുടങ്ങണം കേട്ടോ. അതുപോലെ തന്നെ നിയ്യത്ത് വെക്കാനും മറക്കരുതേ. അല്ലാഹുവേ, ഞാൻ ചെയ്യുന്ന ഈ ജോലി നീ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കണമേ. എനിക്ക് അതിനുള്ള പ്രതിഫലം നീ തരയണമേ. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ നിയ്യത്ത് വെക്കാറുള്ളത്. അല്ലാഹു അതിൻ്റേതായ അർഹമായ പ്രതിഫലം നമുക്ക് തരട്ടെ. ആമീൻ. നമ്മൾ നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം കേട്ടോ. കാരണം അല്ലാഹു വൃത്തിയുള്ളവനാകുന്നു. അവൻ വൃത്തിയുള്ളവരെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഖുർആനിൽ പല സ്ഥലത്തും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വൃത്തിയുള്ളവരായിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീടും പരിസരവും മാത്രമല്ല, നമ്മുടെ കൽബും നാവും കൂടി വൃത്തിയായി സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ പറയുകയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നാവും കൽബും വൃത്തിയായിക്കൊള്ളും. നമ്മൾ ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടും. അതുകൂടാതെ നമുക്ക് ഇരട്ടി പ്രതിഫലം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ജോലികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ അധികരിപ്പിക്കുക. ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ദിക്റുകളും സ്വലാത്തുകളൊക്കെ കൂടെ ചൊല്ലാം. അപ്പോൾ നമുക്ക് പ്രത്യേകമായി അതിനുവേണ്ടി സമയം മാറ്റിവെക്കേണ്ടതുമില്ല. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഈ ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലും ഞാൻ മോനെ കൂടി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവനുള്ള ഫുഡും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ കുടിക്കാൻ നല്ല മടിയാണ് കേട്ടോ മോന്. അത് എണ്ണിക്കണക്കാക്കുകയും ചെയ്യുന്നവനാണ്. നമ്മുടെ റൂമിലെ ഫാനാണ് കേട്ടോ ഇതിൽ ഇപ്പോൾ 1 മാസം കൊണ്ട് വൃത്തിയാക്കുന്നില്ല. അതിൻ്റേതായ മാറ്റം ഇതിനുണ്ട്. നന്നായി പൊടി അടിച്ചു. പുറത്തുള്ള പൊടിയാണ് അധികവും. അങ്ങനെ ഞാൻ കരുതി അതും കൂടി വൃത്തിയാക്കാമെന്ന്. ഞാൻ ഫാനൊക്കെ വൃത്തിയാക്കാറുള്ളത് ബെഡിന് മുകളിൽ ചെയറെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കുന്നത്. അങ്ങനെ ഫാനൊക്കെ വൃത്തിയാക്കി അതിന് ശേഷം ഞാൻ നമ്മൾ സർഫിൽ ഇട്ടിരുന്ന തുണി കഴുകാനാണ് കേട്ടോ പോയത്. സർഫിലിട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം അഴുക്കൊക്കെ പോയി. ഇനി ഒന്ന് കഴുകിയിട്ടാൽ മതി. അങ്ങനെ സെറ്റിയിലെ വിരിപ്പൊക്കെ കഴുകി അവിടെ അശയിലിട്ടു. ഇതിനി തോന്നിയതിന് ശേഷമേ മുകളിലോട്ട് കൊണ്ടിടുള്ളൂ കേട്ടോ. വീട്ടിൻ്റെ ടെറസിലാണ് കൊണ്ടിടാറുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് മാറ്റൊക്കെ കഴുകിയാണ്. മാറ്റൊക്കെ കഴുകിയതിന് ശേഷം ഇനി മോനെ കൂടി കുളിപ്പിക്കണം കേട്ടോ. ഇപ്പോൾ ളുഹറിൻ്റെ സമയമായി. ഇത് കഴുകിയതിന് ശേഷം വേണം ഇനി മോനെ കുളിപ്പിക്കാനും എനിക്ക് കുളിക്കാനും ഒക്കെ. അങ്ങനെ എല്ലാം കഴുകി അശയിൽ തോരാനിട്ടു. ഇത് ഉമ്മ ഉണ്ടാക്കിയ കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. ചെറുപ്പം മുതലേ ഉമ്മ ഈ എണ്ണ തന്നെയാണ് ഞങ്ങൾ മക്കൾക്കൊക്കെ കാച്ചി തരാറുള്ളത്. അതുകൊണ്ട് തന്നെ മുടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർച്ചയും ഉണ്ട്, മുടി കൊഴിച്ചിലും ഇല്ല. ഇതിൽ ഉമ്മ ചേർക്കുന്നത് ചെമ്പരത്തി, തുളസി, ചെറിയുള്ളി, കറ്റാർവാഴ, ഞവര, തുമ്പ, നെല്ലിക്ക, കറിവേപ്പില, ഉഴുന്ന്, അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഉമ്മ ചെറിയ രീതിയിലൊക്കെ ഹെയർ ഓയിൽ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ളുഹറിൻ്റെ സമയമായി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഫ്രഷായി. ചില ഉമ്മമാർ നിസ്കരിക്കുമ്പോൾ ആ ജോലിയൊക്കെ ചെയ്ത് വിയർപ്പ് മണത്തോടു കൂടിയായിരിക്കും കേട്ടോ നിസ്കരിക്കാൻ വരുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ സമയക്കുറവ് കൊണ്ടായിരിക്കും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വസ്ത്രം ധരിച്ച്
നമ്മുടെ നിസ്കാരക്കുപ്പായത്തിൽ അത്തറൊക്കെ തേച്ച് അങ്ങനെയൊക്കെ വേണം കേട്ടോ നിസ്കരിക്കാൻ. നമ്മൾ റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധത്തോടു കൂടി നമ്മൾ നിസ്കരിക്കണം. നിസ്കാരത്തിൽ ഒരിക്കലും നമ്മൾ അലസന്മാരാവരുത് കേട്ടോ. നിസ്കരിക്കുമ്പോൾ നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നമ്മൾ റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നും ചിലപ്പോൾ ഇത് നമ്മുടെ അവസാന നിസ്കാരമായേക്കാം എന്നും കരുതിയാൽ മാത്രം മതി. നമ്മുടെ നിസ്കാരം നമുക്ക് ശരിയായ രീതിയിൽ തന്നെ നിസ്കരിക്കാൻ കഴിയും. ഞാൻ നിസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു പേജെങ്കിലും ഓതാറുണ്ട്. അങ്ങനെ ഖുർആനൊക്കെ ഓതി ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി എല്ലാ നിസ്കാര ശേഷവും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദുആയും കൂടി ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇതുപോലെയൊക്കെ തന്നെയാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ ലഞ്ച് കഴിക്കാറ്. വീട്ടിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണും വരേക്കും അസ്സലാമു അലൈക്കും.